ഇത്രയും നേരം ഞാൻ നിന്നെ അന്വേഷിച്ചോണ്ടിരുന്നത്. എന്തിനാണ് നീ എന്നെ അന്വേഷിക്കുന്നേ? നീ എന്താ ശേഖരന്റെ ആളാണോ? നീ ഞാൻ എന്തിനാണ് കൊന്നേ? ഇത്രയൊക്കെ സംഭവിച്ചിട്ട് നീ നന്നായില്ലേ? നീ കാരണമാണ് ഞാൻ ആരെ കണ്ടാലും ഓടി ഒളിക്കേണ്ടി വരുന്നത്. എല്ലാത്തിനും കാരണം ഇതല്ലേ? ആരാണെങ്കിലും എനിക്കെന്താ? നീ എന്തിനാ ആ പെണ്ണിനെ കൊന്നത്? പറയടാ. എല്ലാ സത്യം ഞാൻ നിന്നോട് തുറന്നു പറയാം. ആ പെണ്ണിനെ എങ്ങനെ കൊന്നെന്ന് പറയാം. ഇനി എന്താ വേണ്ടത്? പറയടാ. അന്ന് മുതലാളിയുടെ വീട്ടിലെ റെയ്ഡെന്ന് പറഞ്ഞ് കാശ് എന്റെ അടുത്ത് തന്നു. എന്നിട്ട് തിരുവനന്തപുരത്ത് നിന്ന് പോകാൻ പറഞ്ഞു. മുതലാളിയുടെ കയ്യിൽ നിന്ന് കാശ് മുഴുവനും വാങ്ങി ബ്രോക്കറെ കൂട്ടി മൂലം ഒരു ഫിഗറേയും കൂട്ടി തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ സ്ഥലം വിട്ടു. കൂടല്ലൂർ ഒരു ലോഡ്ജില് റൂം എടുത്ത് താമസിച്ചു. അപ്പോ എനിക്ക് ആരാന്ന് പോയി നോക്ക്. ചെല്ല്. ആരാന്ന് ചോദിച്ച ഒന്ന് വേഗം ചെല്ല്. വരാന്ന് പറഞ്ഞല്ലേ? എടീ, നീയായിരുന്നോ? എന്റെ പേരെന്താ? അതെന്തിനാ നിങ്ങൾ അറിയുന്നേ? ഇവളേതാടാ? എന്റെ ഭാര്യ. ഇനിയും എത്ര നാൾ ഇതും പറഞ്ഞ് നടക്കൂടാ? ഊട്ടി വെച്ച് നിന്റെ ഭാര്യ 2 തവണ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അറിയാലോ. കാശ് കൊടുത്തിട്ടാ കൊണ്ടുവന്നേ. എന്താ നിങ്ങളുടെ പ്രശ്നം? ദേഹത്ത് കൈവച്ചോണ്ടല്ലോ കളി. വേണ്ട. തൊട്ടാ എന്ത് ചെയ്യൂടാ? കോൺസ്റ്റബിൾ, റൂം സെർച്ച് ചെയ്യ്. എവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്ക്. പോലീസ് എന്താ തോത്താഴ്ചയെന്ന് വിചാരിച്ചോ? പോലീസേ, കാശ് എത്ര വേണ്ടെന്ന് പറഞ്ഞാ മതി. ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. പറഞ്ഞേക്കാം. നല്ല ബോധത്തിലാണല്ലോ അല്ലേ? ആരോടാ സംസാരിക്കുന്നറിയോ?
നീ ആരോടെ സംസാരിക്കുന്നത് അറിയാമോ? അറിയോടാ? എന്തിയാടാ നീ? എന്തിയാടാ? എടാ, ഒന്നെങ്കിൽ നിന്റെ ജോലി പോവും, അല്ലെങ്കിൽ നിന്റെ ജീവനായിരിക്കും പോകുന്നത്. എന്താടാ പിടിക്കാൻ വന്ന മാമൻ മന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഫോൺ ചെയ്ത് കൊടുക്കും. ഞങ്ങൾ ആ ഫോൺ വിളി കേട്ട് പേടിച്ച് നിന്നെ വിട്ടിട്ട് പോണോ? നിന്നെയൊക്കെ കൊന്നാളെ. ഇത് കണ്ടോ, ബാഗ് നിറച്ച് കാശ്. എന്താടാ ഇത്? പെരുമാളെ, എവിടെ നിറച്ചതാണ്? പറ, ആരാ നീ? നക്സലോ മാവോയിസ്റ്റോ? പറയടാ. വേണ്ട പോലീസേ, ഇതിന്ന് എത്ര വേണമെങ്കിലും എടുത്തോ. ഈ പ്രശ്നം ഇവിടെ കൊണ്ട് അവസാനിക്കണം. അവൻ പറഞ്ഞു കേട്ടോ? എടുത്തോ. ശരി സാർ. ബാഗ് എടുത്ത് വണ്ടിയിൽ വെക്കോ. നിങ്ങൾ ഈ കാണിക്കുന്ന തെറ്റാണ്. തെറ്റ് നീ ചെയ്തിട്ട് എന്നോട് ഒച്ച വെക്കാനോടാ? കൊല്ലു ഞാൻ. കണക്കെ ചുമ്മാ വിടരുത്. ഞാൻ അടുത്ത മുറി എടുക്കണോ? അയ്യോ വേണം. എന്താണ്? ഒരു പ്രശ്നമുണ്ട് സാറേ. എന്താണോ പ്രശ്നം? അഭിരാമി ലോഡ്ജിൽ നിങ്ങളുടെ ആളുകൾ റെയ്ഡിന് വന്ന് എന്റെ എല്ലാം എടുത്തോണ്ട് പോയി സാറേ. എന്ത് റെയ്ഡോ? പറഞ്ഞത് മനസ്സിലായില്ലേ? റെയ്ഡാണെന്ന്. സാറേ, എന്താടാ ബഹളം വെക്കുന്നേ? ആരാടാ നീ? സാറേ, അഭിരാമി ലോഡ്ജിൽ നിങ്ങളുടെ ആൾക്കാർ റെയ്ഡിന് വന്ന് കാശും ഡോക്യുമെന്റും എല്ലാം എടുത്തോണ്ട് പോയിരിക്കുന്നു സാറേ. സാറേ, ഇത് വലിയ പ്രശ്നവും പൊളിറ്റിക്കൽ മാറ്ററാ. എത്ര കാശ് വേണമെന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ഇവിടെ തന്നെ സംസാരിച്ചു തീർക്കാം. വട്ടാനോടാ? ആരാടാ റെയിൻ വന്നത്? നിങ്ങളുടെ എസ് ഐ തന്നെയാ. ഗൂഡല്ലൂരിലെ 2 കൊല്ലമായിട്ട് ഞാനാണ് എസ് ഐ. കാലത്തോട്ട് കാല് ചായ പോലും കുടിക്കാതിരിക്കുക. പിന്നെ ആര് വന്നാ? നീന The number you are trying to reach is currently unavailable. Please try again later. നീന പണം ഇവിടെ സേഫ്റ്റി ആയിരിക്കും. ഇതൊക്കെ നല്ല സേഫ്റ്റിയാണ് സ്ഥലം. റെയിൽവേ സ്റ്റേഷൻ ക്ലോക്ക് റൂമില് ഇത് വെപ്പോന്ന് ആരും ഒരിക്കൽ പോലും ചിന്തിക്കില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് പണത്തെ നമ്മൾ ഷെയർ പണിക്കലാം. ഇപ്പൊ വേണം. എന്താ ഇപ്പൊ ആ രവി നമ്മളെ അന്വേഷിച്ച് നടക്കായിരിക്കും. അവൻ പണം കൊണ്ട് മുങ്ങിയെന്ന് പറഞ്ഞ അവന്റെ ആളുകൾ തന്നെ അവനെ കൊല്ലും. അതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല. ഏയ് ഓവറല്ല. കുട്ടിക്ക് ഞാൻ എങ്ക இருக்குன்னு தெரியும். സോ ഞാൻ തൃശ്ശൂർ പോറേൻ. നീങ്ക എങ്കിയാവത് പോകണം. ഞാൻ ഫോൺ പண்றேன். അപ്പൊ വാങ്ങ. ശരി, അങ്ങനെയാണെങ്കിൽ ലോക്കർ കീയും റെസിപ്റ്റ് നിന്റെ കയ്യിൽ കിട്ടട്ടെ. ഓക്കെ. ഇത് കാരണമാക്കി ശേഖർ എന്നെ കൊന്നുകളയുമെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ആളുകളെ വെച്ച് ആ പെണ്ണിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് ഞാൻ വിചാരിച്ചു.